Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will do a variety drawing. That is, we will vertical lines use a drawing. So, the video start if you have channel subscribe, please do subscribe. Subscribe and press the bell icon press because I need the video notification. You will get the video start. So, I have drawing book in the drawing outline rough sketch already. This is step by step ആയിട്ട് എങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഒരു സീനറി ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബിൽഡിങ്സ് വരയ്ക്കണം. ബിൽഡിങ്സ് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പല ഷേപ്പിൽ ക്യൂബോയിഡ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ക്യൂബോയിഡ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചിട്ടില്ലേ? ആ ഒരു മെത്തേഡാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പല സൈസിലെ ക്യൂബോയിഡാണ് നമ്മൾ ബിൽഡിങ്സ് ആയിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അത് പല ഷേപ്പിലും പല സൈസിലും ആക്കുമ്പോഴേക്കും നല്ല അടിപൊളി ബിൽഡിങ്സ് ആവും. അപ്പോൾ ഞാനിത് ഒന്ന് റഫായിട്ട് വരച്ചതാണ്. അതുകൊണ്ടാണ് ലൈൻസ് അത്ര പാരലൽ ആവാത്തത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിൽഡിങ്സിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്? അപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരച്ചതാണ്. അതുകൊണ്ട് ലൈൻസ് ഒക്കെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുമ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ലൈൻസ് ഒക്കെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്തപ്പോൾ ഞാൻ തിക്ക് ലൈൻസ് യൂസ് ചെയ്തിട്ടായിരുന്നു ഷാഡോ ഷോ ചെയ്തിരുന്നത്. എന്നിട്ട് തിൻ ലൈൻസിനെ ലൈറ്റ് വരുന്നതോ ആയിട്ടായിരുന്നു ഷോ ചെയ്തിരുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ എവിടെയാണോ ഷാഡോ ഉള്ളത് അവിടെ നമ്മൾ ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ചാണ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ എവിടെയാണോ ലൈറ്റ് വീഴുന്നത് അവിടെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ലൈൻസ് വരയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് എപ്പോഴും നമ്മൾ സ്കെയിൽ തന്നെ വെച്ച് വരയ്ക്കണം, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവും. ലൈറ്റ് ഇവിടുന്ന് വരുന്നതായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര ഷാഡോ ആണ്. ഷാഡോ ഉള്ള ഏരിയ എടുത്ത് നമ്മൾ ലൈൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് വരച്ചേക്കുകയാണ്. അതുപോലെ തന്നെ ലൈറ്റ് ഉള്ളിടത്ത് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ലൈൻസ് വരച്ചേക്കുന്നത്. അപ്പം ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ ത്രൂ ഔട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത്. എല്ലാ ബിൽഡിങ്സിൻ്റെയും ഈ ഒരു സൈഡിൽ എല്ലാം നമ്മൾ ഷാഡോ ആണ് ഷോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഡാർക്ക് ലൈൻ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അതായത് ലൈൻസ് എല്ലാം ഗ്യാദർ ചെയ്തിട്ടുള്ള ലൈൻസ് ആയിരിക്കും വരയ്ക്കുന്നത്. ബാക്കി എല്ലായിടത്തും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ലൈൻസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഡ്രോയിങ് ബുക്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കണ്ടില്ലേ? എവിടേക്കാണോ ഷെയ്ഡ് വീഴുന്നത് അവിടെയൊക്കെ നമ്മൾ ലൈൻസ് ഗ്യാദർ ചെയ്ത് വരയ്ക്കുകയാണ്. എന്നിട്ട് എവിടെയാണോ ലൈറ്റ് വീഴുന്നത് അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ലൈൻസ് വരച്ചേക്കുന്നത്. ഈ ഒരു ഡ്രോയിങ്ങിൽ നമ്മൾ കംപ്ലീറ്റ് വെർട്ടിക്കൽ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ലൈൻസിലൂടെയാണ് ഷോ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി ഈ സ്കെച്ച് നമുക്ക് ഒരു ആർട്ട് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ആർട്ട് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. 0.1 നിബാണ് ഇതിൻ്റെ സൈസ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ബ്ലാക്ക് പെൻ തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം നമ്മൾ സ്കെയിൽ വെച്ച് തന്നെയാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ബിൽഡിങ്സ് തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ഷോ ചെയ്യുന്നത് ആ ഒരു കംപ്ലീറ്റ് ലൈൻ വരെ നമ്മൾ ലൈൻസ് വരയ്ക്കാതെ ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് വിട്ടുകൊടുത്തിട്ടാണ് നമ്മളത് ഷോ ചെയ്യിക്കുന്നത്.
അപ്പോൾ നമ്മളുടെ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഭംഗിയാണ്. നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ ഒരു ലൈൻസും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ ബിൽഡിങ്സിൻ്റെ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പാണ് വിട്ടേക്കുന്നത്, കണ്ടില്ലേ. അല്ലാതെ നമ്മൾ ഒരു ലൈനോ ഒന്നും തന്നെ വരച്ചിട്ടില്ല, ഫുള്ള് ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ് മാത്രമാണ് ഇതിൻ്റെ അകത്ത്. ഈസിയാണ് ഈ ഡ്രോയിങ്, പക്ഷേ കുറച്ച് ക്ഷമയോടെ ടൈം എടുത്ത് വരയ്ക്കേണ്ട ഒരു ഡ്രോയിങ് ആണ്. കറക്റ്റ് മെഷർമെൻ്റ് ആകുമ്പോഴേ ആ ഒരു ചന്തം വരത്തുള്ളൂ. അതുകൊണ്ട് സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിക്ക് നിങ്ങളെല്ലാവരും വരയ്ക്കുക, ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ തന്നെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.